ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ജോർജ് പാർക്കിലേക്കാണ്. മാൾട്ടയുടെ ഏറെക്കുറെ മാൾട്ടയിലെ ബിർക്കിക്കാര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിനോട് ചേർന്നുള്ള ഒരു ഏരിയയിലാണ് ഈ ജോർജ് പാർക്ക് ഇരിക്കുന്നത്. ഈ ജോർജ് പാർക്കിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിങ് ജോർജിൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം മാൾട്ടയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്ത ഒരു പാർക്കാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്കാണ്. ഒരുപാട് വ്യൂസ് ഉണ്ട്, ഒരുപാട് ഡക്സ്, ഒരുപാട് മയിലുകൾ, അതുപോലുള്ള ഭയങ്കര രസമായിട്ടുള്ള ആർക്കിടെക്ചറായിട്ടും ഭയങ്കര മനോഹരമായിട്ടാണ്. ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആ ഒരു ഏരിയയാണ്. ഇഷ്ടംപോലെ പക്ഷികളും ബാക്കി കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ഇതുപോലുള്ള മയിലുകളൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണാം. ഇങ്ങനെ ഇവറ്റകളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്, ഭയങ്കര രസമാണ്, ഭയങ്കര കാമായിട്ട്, ഭയങ്കര കാംഫുള്ളായിട്ടുള്ള ഏരിയ തന്നെയാണ്. ഇവിടെ ഒരുപാട് ഡക്സ് ഉണ്ട്. പിന്നെ ഇതൊരു ഭയങ്കര ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെന്ന് കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കയറി ചെന്ന് കാണുന്ന ഒരു ചെറിയ ഏരിയയിലല്ല ഈ പാർക്ക് ഇരിക്കുന്നത്. ഒരുപാട് ഇങ്ങനെ ഏരിയകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഏരിയയിൽ പോലും നമുക്കൊരു ചവറോ ഒന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു മൃഗങ്ങൾക്ക്, അവിടെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലൊന്നുമില്ല. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഒരു അംശം പോലും അവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ഈ ഒരു പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ ഒരു റൗണ്ട് ബോട്ടം എന്ന് പറയുന്നത് ഭയങ്കര വാട്ടർ കണ്ടൻറ്റ്, ഏതൊരു സ്ഥലത്ത് നോക്കിയാലും ചെറിയ ആർട്ടിഫിഷ്യലായിട്ടുള്ള തടാകങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഭയങ്കര കാംഫുള്ളാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ഹണിമൂൺ കപ്പിൾസ് വരും, ഒരുപാട് കുട്ടികൾ ഇവിടെ എത്തും. അങ്ങനെ ഭയങ്കര കാമാണ്. നമുക്ക് ഭയങ്കര സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോരോ തടാകങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളി നമ്മുടെ അടുത്തോട്ട് വരുന്നത്. പുള്ളി ഇങ്ങനെ നടന്ന് നമ്മുടെ അടുത്തൊക്കെ വന്ന് ഹായ് ഒക്കെ പറഞ്ഞ് നൈസായിട്ട് അങ്ങനെ പോയി. അതായത് നമ്മളിന്നൊരു പേടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ജീവജാലങ്ങളുടെ അടുത്തൊക്കെ നമ്മൾ പരിസരത്ത് പോലും അവരെടുക്കുകയില്ല, അവരാ പ്രദേശം വിട്ടുപോകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഭയങ്കര രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രതിമകളും ഈ ഒരു കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേനും, ഇപ്പോൾ ഈ കിങ് ജോർജിന് ഗിഫ്റ്റായിട്ട് കിട്ടിയ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ഗിഫ്റ്റായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും തന്ന പ്രതിമകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടും നമ്മളിങ്ങനെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഇച്ചിരി വളർന്ന ഒരു മയിലാണ്. അതുകൊണ്ട് ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ആൺമയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും, ആൺമയിലുകൾ എപ്പോഴും ഇണകളെ തേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പീലികളൊക്കെ വിരിച്ച് അട്രാക്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. നമ്മൾ പല ശ്രമങ്ങളും നടത്തി ഇതൊന്നൊന്ന് പീലിയൊന്ന് വിരിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൂവലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുള്ളതല്ലാതെ ഒരു രക്ഷയില്ല, അത് സമ്മതിക്കുന്നില്ല അവൻ. പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു ചെറിയൊരു ഗാർഡൻ പോലൊരു ഏരിയയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ മയിലുകളും ഇങ്ങനെ ഇങ്ങനെ നടന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഓരോ സെക്ഷനായിട്ട് ഈ ഒരു പാർക്കിന് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ സെക്ഷനിലും ഓരോ വലിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു 4 ആൾ നിന്നാൽ മാത്രമേ അതൊന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ബേസ് ഇത്രയ്ക്കും ഭയങ്കര വലിപ്പമുള്ള, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരുപാട് മരങ്ങളും, എല്ലാ മരങ്ങളുടെയും താഴെ തന്നെ ആ മരങ്ങളുടെ പ്രത്യേകത, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്, ഏതൊരു ഭൂഖണ്ഡത്തിൽ നിന്നാണ് എടുത്തതെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കാണുന്നത് ഇവിടുത്തെ ഒരു ടോയ്ലറ്റാണ്. നമ്മുടെ പാർക്കിനുള്ളിൽ തന്നെ ഒരു ടോയ്ലറ്റാണ്. ഇത്രയും വൃത്തിയുള്ളൊരു പാർക്ക് ടോയ്ലറ്റ് നമ്മൾ ഏത് യൂറോപ്യൻ കൺട്രീസിൽ പോയാലും കാണാൻ പറ്റും. എല്ലാം ഭയങ്കര ക്ലീൻഡായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിൻ്റെ എത്ര മനോഹരമായിട്ടാണ് ഇതിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇതൊക്കെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ മരങ്ങളും താഴ്വാരങ്ങളും മയിലുകളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെയൊക്കെ താഴെയുള്ള ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാനിത് വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയ്ക്ക് മനോഹരമാണ്. നമുക്ക് നേരിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ വീഡിയോസിലൂടെ ആണെങ്കിലും നിങ്ങൾ കാണുമ്പോൾ ആ ഒരു എന്താണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കാണുമ്പോഴത്തേനും ഓറഞ്ച് തോട്ടങ്ങളാണ്. ഇഷ്ടംപോലെ ഓറഞ്ച് തോട്ടങ്ങൾ ഇവിടെയുണ്ട്. അവിടെയും ഇടയ്ക്കിടയ്ക്കൊക്കെ മയിലുകളും ഇങ്ങനെ ഭയങ്കര ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ മണ്ണൊക്കെ കുഴിച്ചിങ്ങനെ അതിനകത്ത് റെസ്റ്റ് എടുക്കുന്ന മയിലുകളൊക്കെ നമുക്ക് കാണാം. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആശാൻ നൈസായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ചെന്ന് അത്രയും ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് 2 കൂവലൊക്കെ കൂടി നമ്മളെ അങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ ആണ് ഇവിടുത്തെ ഒരു പൊതുവെയുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. അവിടെ നിന്ന് നേരെ മയിലിനെ കാണുക ഇരുന്നൊക്കെയാണ്. എവിടെ ചെന്നാലും മയിൽ കാണും. അതിൻ്റെ ആ ഒരു തൂവലിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതും ഭയങ്കര രസമാണ്.
ഒരുപാട് കപ്പിൾസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാനിവിടെ കണ്ടതെന്ന് പറയുമ്പോഴത്തേനും കപ്പിളാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും. ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇതെല്ലാം ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു കമ്പനിക്കാരനെ കണ്ട്. ഈ പുള്ളി ഇങ്ങനെ കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ അടുത്ത് വരുമ്പോഴത്തേന് തന്നെ ഈ ആമ കുഞ്ഞുങ്ങളും ഒക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ആളുകൾ ഫീഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ആമകൾക്ക്. അതുകൊണ്ടായിരിക്കും നമ്മളെ കാണുമ്പോൾ തന്നെ എല്ലാം നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കുറേ നേരം നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഒന്നും കിട്ടുന്നില്ല, എൻ്റെ ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയതിന് പുള്ളി ഒരു ഫാമിലിയായിട്ട് വാടാ പിള്ളേരെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയി. അവർ തിരിച്ച് അതിനകത്തൂടെ തന്നെ അവരുടെ ആ ഒരു ആർട്ടിഫിഷ്യൽ തടാകത്തിലൂടെ, അവരുടെ ഒരു കടലായിരിക്കും ഇത്, അതിനകത്തോടെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ കളിച്ച്. ഞാനിവിടെ ഏറ്റവും അധികം നോക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേനും ഓരോ ചെടികളും, ഇവിടെയുള്ള ഒരു ചെറിയ ചെടികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ജീവജാലങ്ങൾക്കുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ചുറ്റുപാടുകൾ എങ്ങനെയാണ് ഇവർ നോക്കുന്നതെന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്ര ശ്രദ്ധയോടെ ആയിരിക്കും ഇവരിതിനെ ക്യാരി ഓൺ ചെയ്യുന്നതെന്നായിരിക്കും. ഈ പാർക്ക് തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു 80 വർഷത്തോളം ആകാറായി. ഇത് ഈ 80 വർഷത്തിനിടയ്ക്കും ഞാൻ മുമ്പേ ആ ഒരു ടോയ്ലറ്റിൻ്റെ ഒരു കാര്യം കാണിച്ചു, എത്ര വൃത്തിയായിട്ടാണെന്ന് പറഞ്ഞ പോലെ. നിസ്സാരം ആ ഒരു ചെറിയ മൈന്യൂട്ട് ഫാക്ടേഴ്സ് പോലും ഇവിടെ അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ അവർ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു മാൾട്ടയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗവൺമെൻറ്റിനോടും ഒക്കെ നമുക്ക് വല്ലാത്തൊരു ആദരവാണ് തോന്നുന്നത്. ഇവിടെ ഒന്ന് ഇങ്ങനെ ഓരോ പാർക്കുകൾ കാണുമ്പോഴും, ഏതൊരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോഴും ആ രാജ്യത്തെ ഓരോരോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അതൊക്കെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ ഓരോരോ പുരാതനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ്, അതിനെ അവരെ നോക്കിയിരിക്കുന്ന രീതികൾ കാണുമ്പോഴാണ് നമുക്ക് ആ രാജ്യത്തോടുള്ള ഒരു റെസ്പെക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാർക്ക് നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ എന്തുപോലെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഈ ഒരു രാജ്യത്തോട് വല്ലാത്ത റെസ്പെക്റ്റ് തോന്നും, എങ്ങനെയാണ് ഇവർ ഇതിനെയൊക്കെ കീപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്കിങ്ങനെ നേരെ ഈ പാർക്കിലൂടെ അങ്ങനെയങ്ങ് നടന്നു പോകുമ്പോഴത്തേനും തടാകങ്ങളാണ് ഇഷ്ടംപോലെ ചെറിയ ക്രിയേഷൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള തടാകങ്ങൾ എന്ന് എനിക്ക് പറയാമെന്നറിയില്ല. ചെറിയ ഒരു എന്താ പറയുക, ഒരു വാട്ടർ സ്ട്രക്ചറൊക്കെ ആയിട്ട് ചെറിയൊരു സ്ട്രക്ചർ ഇവിടെ എല്ലാം കാണാം. ഇപ്പോൾ ഇവിടെ എല്ലാം വന്നിട്ട് ഈ പ്രാവുകളെല്ലാം വരും, വെള്ളം കുടിക്കും, അവറ്റകളിങ്ങനെ പറന്നു പോവും, അങ്ങനെ ഭയങ്കര രസമാണ്. ഇവിടെയുള്ള ഓരോ ചെറിയ ഓരോ നിർമ്മിതികളുടെയൊക്കെ ബാക്കിലൊക്കെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു വാളിലൊക്കെ ഉള്ള ആ ഒരു എന്താ പറയുക, ഓരോരോ ചെറിയ കല്ല് പതിച്ച് വെച്ചിരിക്കുന്ന രീതികളാണെങ്കിൽ പോലും ഈ പ്രതിമകൾ പണ്ട് കാലത്ത്, ഐ മീൻ ഒരു 80 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും അത് ആർട്ടിഫിഷ്യലായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു കയ്യിലിട്ടൊന്നും ചെയ്യാതെ തന്നെ നാച്ചുറലായിട്ട് എങ്ങനെ അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് കീപ്പ് ചെയ്യാം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഓരോ സ്ട്രക്ചേഴ്സ് പണി വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെയാണ്, ഒരു 80 കൊല്ലം മുന്നേ ഉള്ള ഓരോ പണികളും കാര്യങ്ങളൊക്കെയാണ്. പഴകം തോറും വീര്യം കൂടും എന്ന് പറഞ്ഞ പോലെ ഭയങ്കര രസമായിട്ട് ഇതെല്ലാം ഇവർ മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു കപ്പിളിനെ കണ്ടു. രണ്ടുപേരും എന്തോ വീട്ടു പ്രശ്നമൊക്കെ പറഞ്ഞത് പിണക്കമാണെന്ന് തോന്നുന്നു, പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. മറ്റേ ആളിങ്ങനെ പറന്നൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഓഫിയസ് അല്ലേ, എന്താ പറയുക, നമ്മളിങ്ങനെ നോർമലായിട്ടും കാണുന്ന പോലെ നോർമൽ വീട്ടു പ്രശ്നങ്ങൾ. അങ്ങനെ അമ്പരച്ചുംബികളായ മരങ്ങളുടെ താഴ്വാരങ്ങളിലൂടെ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഏകാന്തനായി നടന്നു. നമ്മൾ ഈ കാണുന്നത് ജപ്പാനിലെ കോപ്പർ വെയർ മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ഫേമസ് കമ്പനി മാൾട്ടയ്ക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഇത് ഫുള്ളൊരു മെറ്റൽ ഒരു കൺസ്ട്രക്ഷനാണ്. ഞാൻ ആദ്യം വിചാരിച്ചെന്തെങ്കിലും സിമെൻ്റൊക്കെ ആയിരിക്കും എന്നാണ്. അല്ല, ഒരു മെറ്റൽ ഒരു കൺസ്ട്രക്ഷനാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ചെറിയ ഒരു കാര്യങ്ങൾ പോലും ഭയങ്കര നന്നായിട്ട് നോക്കി പണിയെടുത്ത്, കുറച്ച് ദിവസം ഇരുന്ന് പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ബാല്യകാലത്തെ സ്മരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ആഞ്ഞിലിവള്ളിയിൽ തൂങ്ങുന്ന ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ തൂങ്ങാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചത്. എന്തോ ഭാഗ്യത്തിന് പൊട്ടിപ്പോയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് സേഫായിട്ട് തന്നെ വീട്ടിൽ ലാൻഡായി. എൻ്റെ കൂടെ പാർക്ക് കാണാമെന്ന നമ്മുടെ കൂട്ടുകാരൻ ആരോമൽ കുറേ നേരത്തായിട്ട് ഞാൻ ഇങ്ങനെ നടത്തി ഇത് തീർക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു കലിപ്പിൻ്റെ പുറത്ത് അവൻ ഫ്രണ്ട് നടന്നു. ഞാൻ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്.
നമ്മൾ ഒരു റൗണ്ട് കറങ്ങിയിട്ട് തിരിച്ച് വന്നപ്പോഴും നമ്മുടെ ആമക്കുട്ടന്മാർ നമ്മളെ കണ്ടപ്പോഴേ ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടോടെ എന്ന് ചോദിച്ചു. നമ്മുടെ കയ്യിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പം പിണങ്ങി അവർ വീണ്ടും നമ്മുടെ തിരിച്ച് വീണ്ടും പിണങ്ങി പോയിട്ടുണ്ട്. പിന്നെ എടുത്തോളാം എന്നായിരിക്കും അങ്ങോട്ട് ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ആ ഒരു ക്രിയേഷൻ്റെ നടുക്കായിട്ട് ചില അപ്പൂപ്പന്മാരെയൊക്കെ കാണാം, ചില പ്രതിമകളൊക്കെ കാണാം. എന്താണെന്നുള്ളതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡീപ്പായിട്ട് അങ്ങനെ അറിയാൻ പറ്റും. കാര്യം അവിടെ ഒന്നും എഴുത്തും കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് അത് വെച്ചാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അങ്ങനെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് എനിക്കറിയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു ഏറെക്കുറെ ഐഡിയ കിട്ടും ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജോർജ് പാർക്കിൽ കണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം. ഇവിടെ ഒരു റൗണ്ട് ഫുള്ള് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് കാണാനുള്ളത്. ഏറ്റവും കൂടുതൽ മയിലുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനുള്ളൊരു കാഴ്ച എന്ന് പറയുമ്പോഴത്തേന്. പിന്നെ താറാവുകളും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഞാൻ മാക്സിമം എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു കണ്ടൻ്റായിട്ട് മറ്റൊരു വീഡിയോയിലായിട്ട് കാണാം. അതുവരേക്കും ബൈ.